Hi besties, welcome to my show. എൻ്റെ ചാനലിൻ്റെ പേര് ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് രണ്ട് ക്യാൻഡിൽസ് ആണ്, ഫ്ലവർ ക്യാൻഡിൽസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും അംഗങ്ങളാവാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബെല്ലൈക്കൻ വരും. ആ ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിലേ ഉള്ളതിൻ്റെ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ കാണിക്കാം ഞാൻ ഉണ്ടാക്കിയ പീസുകൾ. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു റോസ് ഫ്ലവറും പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനുള്ള ഒരു ക്യാൻഡിലുമാണ്. അപ്പോൾ ഈ ക്യാൻഡിൽസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഡിലേ ഇല്ലാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തഡ് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചു. ഡബിൾ ബോയിലിംഗ് മെത്തഡിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിനകത്തോട്ട് വാക്സ് ഇടുകയാണ്. പിന്നെ ഒരു ചെറിയ ഗ്രീൻ കളറ് ക്രയോൺ പീസ് ഇടുകയാണ്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വെള്ളം ചൂടാവുമ്പോൾ അത് മെൽറ്റായി വരുന്നുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് വാക്സ് നമുക്ക് ഉരുക്കിയെടുക്കണം. നമ്മുടെ ക്രയോൺ ഇവിടെ മെൽറ്റായിട്ടുണ്ട്, അതുപോലെ വാക്സും മെൽറ്റായിട്ടുണ്ട്. ശരിക്കും വെള്ളം പോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുക്കാം. ഇതുകൊണ്ടൊന്ന് വാക്സ് ഇവിടെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ബേസ്, എന്തെങ്കിലും ഒരു ബേസ് ആയാൽ മതി നമുക്ക്. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഒരു ട്രേയുടെ ബാക്ക് സൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ കുറേശ്ശെ നമ്മൾ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ റൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരു ക്യാൻഡിൽ ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ്. ഗ്രീൻ കളർ ലീഫ്, ക്യാൻഡിൽ ഫ്ലവർ റെഡ് കളർ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ചെറിയ റൗണ്ട്സ് ആയിട്ട് ഇങ്ങനെ പോർ ചെയ്ത് വെച്ചു. ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആവണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരു ലീഫിൻ്റെ ഇംപ്രഷൻസ് കൊടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലീഫാണിത്. ഇതുപോലെ ജസ്റ്റ് ഒരു ലീഫ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇംപ്രഷൻസ് ഒന്ന് നമുക്ക് കൊടുക്കാം. ആദ്യം ലീഫിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്യുക. ഇത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ നമ്മൾ പീൽ ചെയ്ത് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് പീൽ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ വെച്ചിട്ട് നമുക്കിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതൊന്ന് പീൽ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. ഓക്കെ, സൈഡിലേക്കൊന്ന് റിമൂവ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാരണം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഷേപ്പിൽ കിട്ടും. ലീഫിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്നിങ്ങനെ, ലീഫൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളഞ്ഞും തിരിഞ്ഞൊക്കെ അല്ലേ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാ ലീഫും നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലീഫെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മുൻപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലീഫാണ്, ഡാർക്ക് ഗ്രീൻ. ഇത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയൊരു ലീഫും. നമ്മളിതൊന്ന് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഇംപ്രഷൻസ് കൊടുക്കണം. അതുപോലെ എഡ്ജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ചു കൊടുക്കണം. എന്നാലേ ക്ലീൻ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നത് നമുക്കതൊരു ലീഫിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക്
ഫ്ലവർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ആദ്യം നമ്മൾ ലീഫ് ഉണ്ടാക്കി നീക്കി വെച്ചു. ആ മെൽറ്റായിട്ടുള്ള വാക്സിൻ്റെ ബാക്കിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ റെഡ് കളർ ചേർത്തിട്ട് നമുക്ക് വീണ്ടും മെൽറ്റ് ചെയ്തെടുക്കാം. റെഡ് കളർ ക്രയോൺ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റെഡ് ക്രയോൺ വെച്ചിട്ട് വാക്സ് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചിരി ഡാർക്ക് കളറായിപ്പോയി. ഞാൻ ഗ്രീനിൻ്റെ കൂടെ ചേർത്ത കാരണം കൊണ്ട് ഇച്ചിരി കൊണ്ട് ഡാർക്കായിപ്പോയി. ഓക്കെ, നമുക്കപ്പോൾ ഇതും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പെറ്റൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ റൗണ്ട്സ് ആയിട്ട് ഒഴിച്ചെടുക്കാം. ബ്ലഡിന്റെ കളറായി. ബ്ലഡിന്റെ കളറായി അല്ലേ? റോസപ്പൂവിന്റെ കളർ ഏതാ? അതെ. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട്സ് ഉണ്ടാക്കി വെക്കുക. അതൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൗണ്ട്സ് ഒക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയാൽ പിന്നെ നമുക്കിത് പൊളിഞ്ഞ് പോരും. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് പീൽ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെഴുകുതിരിയുടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക ഒരു ബേസിന് വേണ്ടിയിട്ട്. ഇത് ഡ്രൈ ആയി, അതുകൊണ്ടാണ് ഇത് പീൽ ചെയ്യുമ്പോൾ നമുക്കിത് പൊടിഞ്ഞു പോരുന്നത്. ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ പീൽ ചെയ്തെടുക്കുക. ഓരോന്നൊപ്പം തന്നെ നമുക്കിതിങ്ങനെ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒരു ബേസ് അങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. ഇച്ചിരി ഒന്ന് ബ്രേക്ക് ആയാലും പ്രശ്നമില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റാർട്ടിങ് ബേസാണ് വേണ്ടത്. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. യെസ്, കിച്ചുവിന് അറിയാലോ അപ്പോൾ പൂ ഉണ്ടാക്കാൻ. നമ്മൾ പൂ ഉണ്ടാക്കുമ്പോൾ മുന്നേ കണ്ടിട്ടുണ്ട് അല്ലേ കിച്ചു? കിച്ചുവിന് അറിയാട്ടോ പൂ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ട് ഒരു റോസിൻ്റെ ബേസിൽ നമ്മൾ റൗണ്ട് ചെയ്ത് എല്ലാതും നമുക്ക് പീൽ ചെയ്തെടുത്തിട്ട് ചുറ്റിയെടുക്കാം. കേക്ക് എടുത്തിട്ടുണ്ട്, എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പെറ്റൽസിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ വേണ്ടത് ഇനി ഒരു ലൈറ്ററാണ്. അത് നിങ്ങളുടെ അടുത്തുള്ള ഇങ്ങനത്തെ ലൈറ്റർ ആയാലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ടൈറ്റ് ആവുകയാണെങ്കിൽ ലൈറ്റർ വെച്ചിട്ട് നമുക്കത് ഉരുക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ലൈറ്റൻ ചെയ്യുക. അടുത്ത ലെയർ എടുക്കുക, റാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ എഡ്ജിലൊക്കെ ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് ഇങ്ങനെ വിടർത്തി കൊടുക്കാം. ഓക്കെ, അടുത്ത ഒരു ഇതെടുത്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് എഡ്ജിലും ക്ലോസ് ചെയ്യ്, ഡോർ ക്ലോസ് ചെയ്യ്. കിച്ചു ഇവിടെ ഇരുന്നിട്ട് പ്രശ്നമാക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അടുത്തൊരു പെറ്റൽ എടുത്തിട്ട് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാം. അടുത്ത പെറ്റലെടുത്ത് സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് റാപ്പ് ചെയ്ത് എടുക്കുക. ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. കിച്ചു വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ കിച്ചുവിനോട് അവിടെ പോയിരിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അത് നമ്മളിവിടെ ഒന്ന് മെൽറ്റ് ചെയ്യുക. അതിന് ശേഷം അടുത്ത ലെയർ വെച്ചിട്ട് നമ്മളൊന്ന് ഇതിപ്പോൾ ഫോൾഡ് ചെയ്യാൻ പറ്റാതെ വരികയാണ്, ഡ്രൈ ആയിന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ
ഈ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ലൈറ്റൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇവിടെ ഒന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് ഒന്ന് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ബ്രേക്ക് ആവാതിരിക്കാനാണ് നമ്മളിവിടെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മെൽറ്റ് ആവും തോറും നമുക്ക് ക്യാൻഡിൽസ് ഫോൾഡ് ചെയ്യാൻ ഈസിയാണ്. ഇനി നമ്മളെല്ലാതും ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി ചുറ്റി എടുക്കാം, റോസിൻ്റെ പോലെ ചുറ്റി ചുറ്റി എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സ് കൂടെ ഇതിൽ ഒട്ടിച്ച് വയ്ക്കാം. എഡ്ജ് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ എഡ്ജെല്ലാം കറക്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, എന്ത് ഡാൻസാ കിച്ചു കളിക്കണേ? കിച്ചുവിന് ഡാൻസൊക്കെ വരുന്നുണ്ട്. ഡാൻസ് കളിക്കാൻ പാട്ടൊക്കെ പാടും കിച്ചു അല്ലേ? ഇല്ലേ? പിന്നെ ഇപ്പം എന്താ പാടിയേ? അതൊരു പരിപാടിയാ? ഇപ്പം നമ്മളൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പിൽ ഫ്ലവർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്നും കൂടെ നമുക്ക് ഇതാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ, റോസ് എന്നല്ല ഏത് ഷേപ്പിലുള്ള ഒരു ഫ്ലവർ ആക്കണമെന്നുണ്ടെങ്കിലും ആക്കാൻ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്ന് മെൽറ്റ് ആയി കഴിയുന്ന വാക്സ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലീഫെല്ലാം വെക്കണം. ലീഫൊക്കെ വെക്കുന്നതിന് മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ലൈറ്റർ എടുത്തിട്ടൊന്ന് ലൈറ്റും ചെയ്ത് കൊടുക്കുക. ഇവിടെ എല്ലാം വാക്സ് എല്ലാം മെൽറ്റ് ആവും. ആ സമയത്ത് വേണം നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫ് എല്ലാം എടുത്ത് വെക്കാനായിട്ട്. എന്നാലേ അതിൽ സ്റ്റിക്ക് ആവത്തുള്ളൂ. കിച്ചു അവിടെ വയ്ക്കൂ. കിച്ചു വീണ്ടും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓരോ ലീഫായിട്ട് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോ ലീഫ് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലീഫൊക്കെ ഒട്ടിച്ച് ക്യാൻഡിൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലവർ ക്യാൻഡിലാണ്. അപ്പോൾ ഇനി ഇതിനൊരു ബേസ് നമുക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും, ഇപ്പോൾ ഇതൊരു മെഡിസിൻ്റെ ഒരു അളവ് എടുക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബേസ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇത് തന്നെ വെക്കുന്നത്, ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബേസ്, അപ്പോൾ എന്തെങ്കിലും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ബേസ് വേണം. അപ്പോൾ നമുക്കിത് ലൈറ്റും ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ഓറഞ്ച് കളറാണ്, ഒരു റോസ് ഫ്ലവറിൻ്റെ മോഡലിൽ ലീഫ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ബേസ് ഒന്നുമില്ല, ഇതിൻ്റെ ബാക്ക് സൈഡ് തന്നെയാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ, നമുക്കിതൊന്ന് ലൈറ്റും ചെയ്ത് കാണാം. അപ്പോൾ ഇതൊരു വേറൊരു ക്യാൻഡിലാണ്. ഇപ്പോൾ ഒരു ഹാലോവിൻ ബ്ലഡ് ഫ്ലോയിങ് ക്യാൻഡിൽ എന്നാണ് പറയുക. ജസ്റ്റ് ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ നമ്മൾ റെഡ് കളർ ക്രയോൺസ് നമ്മൾ ഇവിടെ മെൽറ്റ് ചെയ്ത് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ച് വരുന്നതാണിത്. ഓക്കെ, നമുക്കിത് ലൈറ്റും ചെയ്ത് കാണാം. അപ്പോൾ നമുക്കിത് ഒന്ന് ലൈറ്റും ചെയ്യാം. നമ്മൾ ഈ ക്രിസ്മസിന് നമുക്കിതുപോലെ കുറേ ക്യാൻഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാം, നമ്മുടെ നെയ്ബേഴ്സിന്, ഫ്രണ്ട്സിന്. അതുപോലെ നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നല്ല ഭംഗിയായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കുള്ളൂ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ, ടേക്ക് കെയർ.